നമസ്കാരം. വെനീസ് ടൂർണമെന്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചിരിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഒരു കിടിലൻ വീഡിയോ, കാരണം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ചിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. കേരളത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ പലരും പലതരത്തിലുള്ള കോമാളിത്തരങ്ങൾ പറയാറുണ്ട്, കോമാളിത്തരങ്ങൾ കാണിക്കാറുണ്ട്. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കോമാളിത്തരങ്ങളുമായിട്ട് ഓരോ രാഷ്ട്രീയ നേതാക്കന്മാർ ഇങ്ങനെ വന്നത്. അതിൽ ഏറ്റവും വലിയൊരു കോമാളി എന്ന് പറയാൻ നമുക്ക് നമ്മുടെ ഷിറ്റ് ഗോപി, ആക്ഷൻ ഹീറോ അണ്ണനെ കുറിച്ചിട്ട് തന്നെ നമുക്ക് പറയാം. കാരണം അത്തരത്തിൽ ഒരുപാട് വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നു. പക്ഷേ എന്തുകൊണ്ടാണ് തൃശ്ശൂരിലെ ജനങ്ങൾ ഇദ്ദേഹത്തെ വിജയിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ട് ഇതുവരെ നമുക്ക് ആർക്കും ഒരു പിടിയും കിട്ടിയിട്ടില്ല. കാരണം അവിടുത്തെ ക്രിസംഖ്യകളായിട്ടുള്ള ആൾക്കാർ, ഒരു ഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഈ പറയുന്ന നമ്മുടെ ഷിറ്റ് ഗോപി അണ്ണനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷിറ്റ് ഗോപി അണ്ണൻ ജയിച്ചത്. കാലാകാലമായിട്ട് ക്രൈസ്തവ മതത്തിൻ്റെ വോട്ടുകൾ പോകുന്ന മൊത്തം കോൺഗ്രസിലേക്കാണ്. എന്നാൽ ഇപ്രാവശ്യം കോൺഗ്രസിന് അത് കിട്ടിയില്ല, അത് മറിച്ച് നേരെ വന്നത് ബി ജെ പിയിലേക്കാണ്. അതുകൊണ്ട് സുരേഷ് ഗോപി വിജയിച്ചു. എന്തായാലും സുരേഷ് ഗോപി വിജയിച്ചത് ബി ജെ പിയുടെ പാർട്ടിയുടെ ഗുണം കൊണ്ടല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. അത് ഷിറ്റ് ഗോപിക്കും അറിയാം, ഈ പാർട്ടിയുടെ നേതാക്കന്മാർക്കും അറിയാം. അത് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി പല വേദികളിലും. കാരണം എനിക്ക് പാർട്ടിയുടെ വോട്ട് കൊണ്ടൊന്നുമല്ല ഞങ്ങൾ ജയിച്ചത്, മറിച്ച് ഞാൻ മുടക്കിയിട്ടുള്ള പണവും അല്ലെങ്കിൽ ഞാൻ മുടക്കിയിട്ടുള്ള മറ്റു ചില മേഖലകളിൽ ഞാൻ കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊണ്ടാണ് വിജയിച്ചതെന്ന് ആശാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഏതാണ്ട് 1.5 ലക്ഷം ആൾക്കാരാണ് നമുക്ക് ആ ഒരു വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ തന്നെ കട്ടയ്ക്ക് കൂടെ നിൽക്കണം കേട്ടോ. അപ്പം നമ്മളിന്ന് അതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു, MP ആയി. അവസാനം മനസ്സില്ല മനസ്സോടെ ആണെങ്കിൽ പോലും ടൂറിസം സഹമന്ത്രിയായിട്ട് ആശാൻ ഒപ്പുവെച്ചതിന് ശേഷം കേരളത്തിൽ വന്നിട്ട് ഒരു കിടിലൻ ഒരു പ്രസ്താവന കൊണ്ട് നടത്തി. അതായത് കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കും. അതെങ്ങനെയാണ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാമവെറിയോടുകൂടി. ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ചില സംഘിക്കീടങ്ങൾ വന്നിട്ട് നമ്മുടെ താഴെ വന്നിട്ട് ചില കമൻ്റ് ഇട്ടിരുന്നു. അതായത് സുരേഷ് ഗോപി പറഞ്ഞത് അത് നിനക്ക് മനസ്സിലായിട്ടില്ല, കാരണം കേരളത്തിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും ഈ കാമവെറി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെറിയോടുകൂടി കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കും. അതായത് നമ്മുടെ പിന്നെ പട്ടായ പോലുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ ആശാൻ ഉദ്ദേശിച്ചത്. അത്തരത്തിലാണെങ്കിൽ നന്നായി എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും ഈ തൃശ്ശൂർ സുരേഷ് ഗോപി വിജയിച്ചെങ്കിലും ഈ കോൺഗ്രസ്സിൽ അടി മാറിയിട്ട്, അതായത് തൃശ്ശൂർ പൂരത്തിന് പടക്കം പൊട്ടുന്ന പോലെയാണ് ഇപ്പോഴും അവിടെ അടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കിടിലൻ വീഡിയോ ആണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നഷ്ടപ്പെടുത്തരുത്. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ടൂറിസ്റ്റുകൾ വരുന്ന കാര്യം, കാമത്തോടെ വരാനുള്ള ഒരു സംവിധാനം ടൂറിസം. പിന്നെ മൂപ്പർക്ക് കിട്ടിയ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്ന് അന്താരാഷ്ട്ര മാർക്കറ്റുമായി ബന്ധപ്പെട്ടാണ്. പെട്രോളിന്റെ വില കുറക്കുമോ? ആ വിലവർധനയൊക്കെ സ്ക്വയർ ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഓയിൽ ഫൈൻഡിങ്സ് വേണം. കൊല്ലത്ത് ഇപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഇങ്ങനെ ഊഹാപോഹം കേൾക്കുന്നു. ഊഹാപോഹം അല്ലല്ലോ, അവിടെ പരിപാടിയൊക്കെ തുടങ്ങിയെന്നാണല്ലോ KKG പറഞ്ഞത്. അതാരാന്നാ ഇപ്പൊ മനസ്സിലോ? ഇവിടെ കൊല്ലം തീർത്ത് വീണ്ടും എണ്ണ ഖനനം പോലും ആദ്യമായിട്ട് ആരംഭിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കൂ, നിങ്ങളിൽ പലരും നാളെ ആ സ്ഥാപനത്തിലായിരിക്കും ജോലിക്ക് പോകുന്നത്. എന്തൊരു തള്ളണത്! അപ്പൊ ഊഹാപോഹമുള്ളിടത്താണ് KKG സ്ഥാപനം കെട്ടി കുറെ പേർക്ക് പണിയും കൊടുത്ത്. ഈ KKG ആള് കൊള്ളാലോ. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്, നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. വയനാട്ടിൽ മത്സരിച്ച് ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്താന്നാ? കെട്ടിവെച്ച കാശ് പോയി. അത് എവിടെ മത്സരിച്ചാലും ഒരു കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ സുരേഷ് ഏട്ടൻ സഹമന്ത്രിയായി ചുമതലയൊക്കെയേറ്റ് കേരളത്തിലെത്തി. തൃശ്ശൂർ പൂരൊക്കെ സ്ക്രിപ്റ്റഡായി നടത്താൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഠോ എന്ന് പറഞ്ഞിട്ട് ഒരൊച്ച. പൂരത്തിന് പൊട്ടിക്കാൻ വെച്ച ഗുണ്ട് ഇപ്പോഴേ പൊട്ടിയതാണെന്ന് എല്ലാവരും വിചാരിച്ച്. പിന്നെയാണ് മനസ്സിലായത് കോൺഗ്രസിലെ പൊട്ടിത്തെറിൻ്റെ ഒച്ചയാണ് കേട്ടതെന്ന്. ഒരിക്കലും ഉണ്ടാവരുത് എന്ന് എല്ലാവരും ആഗ്രഹിച്ച ഒരു അപ്രതീക്ഷിത വിജയം BJPക്ക് ഉണ്ടായി. സങ്കടങ്ങൾ ആരു തന്നാലെന്താ? പുഞ്ചിരി നമ്മുടെ കയ്യിലല്ലേ ഉള്ളത്. പുഞ്ചിരിയോടെ ശുഭദിനം. തൃശ്ശൂരിലെ പ്രശസ്ത കവി പ്രതാപൻ എഴുതി ചിട്ടപ്പെടുത്തിയ കവിതയിലെ ഏതാനും വരികൾ കേട്ടുകൊണ്ട് നമുക്ക്
കൂടുതൽ ഒച്ചപ്പാടുകളിലേക്ക് കടക്കാം. എന്തിനു വന്നൻ സ്വകാര്യ സുഖങ്ങളിൽ കൈയിട്ടു മാന്തുന്നു, മാറ്റൊലിയില്ലാത്ത മൗനം മുറിക്കുന്നു, പൂച്ചയാണിന്നെ ദുഃഖം. ഞാൻ മത്സരിച്ചിട്ട് പോലും അക്കൗണ്ട് തുറന്നു എന്നുള്ള ഒരു പ്രയാസം എനിക്ക്. തോൽക്കുന്നത് ഇങ്ങക്കത്ര പരിചയമില്ലാത്തോണ്ടാണെന്ന് കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായ മുകുന്ദപുരത്ത് ഒരു വട്ടവും തൃശൂർ നിയോജക മണ്ഡലത്തിൽ 2 വട്ടവും തോറ്റ പത്മജേച്ചിന്റെ അഭിപ്രായം. അദ്ദേഹത്തിനൊരു വേദന ഉണ്ടാവും സ്വന്തം നാട്ടിൽ വന്നിട്ട് തോൽപ്പിക്കുക വെച്ചാൽ ഒരു മാന്യമായിട്ട് തോൽപ്പിക്കണ്ടേ. ഇതെന്തൊരു തോൽവിയാ തോൽപ്പിക്കട്ടെ, 3ാമത്തെ ഇലക്ക് ഇട്ടതാ. എന്നാലും ആരായിരിക്കും മുരളിയേട്ടനെ കൊണ്ടുവന്ന് കുഴി ചാടിച്ചിട്ടുണ്ടാകുക? തൃശ്ശൂർ അദ്ദേഹത്തിന് ആരാണ് കുഴിയിൽ കൊണ്ട് ചാടിച്ചതെന്ന് അദ്ദേഹമാണ് പറയേണ്ടത്, ഞാനല്ല. മൂപ്പര് പറയാൻ സാധ്യതയില്ല, പക്ഷെ വേണമെങ്കിൽ കാണിച്ചു തരാം. ഉമ്മ വെക്കണതും വേർപ്പ് ഒപ്പി കൊടുക്കണം മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും ആൾക്കാർ വരുമ്പോൾ നമ്മളായാലും വേർപ്പുണ്ടെന്ന് ബോധം കെട്ട് പോയി ഒന്ന് തുടച്ച് കൊടുക്കും. ആ തുടച്ച് കൊടുക്കണ വേറെ ഉദ്ദേശത്തിലാവരുതെന്ന് മാത്രമേ ഉള്ളൂ. ഓ, പ്രതാപൻ സാർ ആ വേർപ്പൊപ്പി കൊടുക്കുന്ന സീൻ ഒന്നും കൂടി കാണിക്കുമെന്ന ഷുവർ. എന്തിനു വന്നൻ സ്വകാര്യ സുഖങ്ങളിൽ കൈയിട്ടു മാന്തുന്നു, മാറ്റൊലിയില്ലാത്ത മൗനം മുറിക്കുന്നു, പൂച്ചയാണിന്നെ ദുഃഖം. ഇനി നമ്മള് തൃശ്ശൂരിലെ തോൽവി പരിശോധിക്കാൻ വേണ്ടി പോവാണ്. എന്താ സംഭവിച്ചത് തൃശ്ശൂര്? സുരേഷ് ഗോപി ജയിച്ചു. തൃശ്ശൂർ അവരെനിക്ക് തന്നു, അത് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു. എന്താന്നാ കൂട്ടയടി. അടി എന്നൊക്കെ പറഞ്ഞാല് തല്ലുമാലയൊക്കെ ബാക്കിൽ നിൽക്കണം. നിങ്ങൾ ഇന്ന് മറികടക്കുന്ന ഓരോ വേദനയും നാളെ നിങ്ങൾക്ക് വേണ്ട കരുത്തു നൽകും. അങ്ങനെ തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങണ്ട ഈ കേസ് അങ്ങ് അമേരിക്കൻ പ്രസിഡന്റ് വരെ അറിഞ്ഞു. നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഓരോ വെല്ലുവിളികളിലും വളരാനുള്ള അവസരങ്ങളുണ്ട്. ഇനി എല്ലാവരും ഒന്ന് കുറച്ച് സൈഡോട്ട് മാറിയുന്ന അന്തർധാര ഇപ്പൊ വരും. BJP അന്തർധാര ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അന്തർധാര വലത്തോട്ടേക്കും സഞ്ചരിച്ചു. അപ്പോഴാണ് ഗോവിന്ദൻ സാറ് കണക്ക് പുസ്തകം തുറന്നത്. 86,000 വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞത്. കുറഞ്ഞതൊക്കെ എങ്ങോട്ട് പോയിന്നാ? സ്വാഭാവികം. തൃശ്ശൂരിൽ നമുക്ക് ഒരു അപ്രതീക്ഷിതമായ പരാജയം ഉണ്ടായി. പരാജയം എപ്പോഴും അപ്രതീക്ഷിതവും വിജയം പ്രതീക്ഷിതവുമാണ്. സക്സസ് ഹാസ് മെനി ഫാദേഴ്സ്, ഫെയിലിയർ ഈസ് ആൻ ഓർഫൻ. എന്താണ് അങ്ങനെ ഒരു തോൽവി? ഞങ്ങൾ മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു തൃശ്ശൂരിൽ അപകടകരമായ ചില രാഷ്ട്രീയ ചലനങ്ങൾ നടക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 6,000 വോട്ട് കൂടുകയും UDFന്റെ ഭാഗമായിട്ട് മത്സരിച്ച കോൺഗ്രസിന് 86,000 വോട്ട് കുറയുകയും ശ്രദ്ധിക്കാൻ പറ, ശ്രദ്ധിക്കണം അങ്ങോട്ട്. 74,000 വോട്ടിന് സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇല്ലേ, ലളിതമായിട്ട് പറഞ്ഞുതരാം. അനുഗ്രഹം എന്ന് പറയുന്ന സ്ഥിതിക്ക് മേൽ എത്ര ഘനത്തിലുള്ള വൃഷ്ടിയാണ് നടക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ അണ്ണന് 2 വകുപ്പുകളാണുള്ളത്. ഒന്ന് ടൂറിസം സഹമന്ത്രി, പിന്നെ ഒന്ന് അന്താരാഷ്ട്ര വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ പെട്രോളിന് വില കുറയ്ക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ആശാൻ ഒരു സംഭവം അങ്ങോട്ട് ഇട്ടുകൊടുത്തു. പക്ഷേ ആശാൻ ഈ സംഭവം ഇടുന്നതിന് മുമ്പ് നമ്മുടെ വേറൊരു മഹാനുണ്ട് BJPയുടെ, കൊല്ലത്ത് നിന്ന് മത്സരിച്ച് 8 നിലയിൽ പൊട്ടി, ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ല, ജനങ്ങളുടെ മുമ്പിലേക്ക് പച്ചക്കള്ളങ്ങൾ ഇങ്ങനെ നിരത്തിയത്. അതായത് കൊല്ലത്ത് തീരദേശത്ത് ഈ പെട്രോൾ ഖനനമോ അങ്ങനെ എന്തോ സംഭവമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ജോലി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ആശാൻ പ്രസംഗത്തിലൂടെ കുറേ ആൾക്കാർക്ക് ജോലിയൊക്കെ കൊടുത്ത് അവസാനം അവിടുത്തെ ജനങ്ങൾ 8 നിലയിൽ പൊട്ടിച്ച് ആശാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. നീയും ചാണകം, ഞാനും ചാണകം, കേൾക്കുന്നവരും ചാണകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാനാണ് ഈ പറയുന്ന സാധനം. എന്താണെങ്കിലും ഈ ഒരു വീഡിയോ അത് കണ്ട നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നിയത്? കാരണം വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ തന്നെ. അതിൻ്റെ ഒരു അവതരണ ശൈലിയും ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പൊതുവെ അവർ കൊമേഡിയൻ ആണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ടൂറിസം മന്ത്രി പറഞ്ഞിട്ടുള്ള ആ ഒരു വകുപ്പിനെ കുറിച്ചിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ എന്താണോ അതും കൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ശുഭപ്രതീക്ഷ, നിങ്ങളുടെ സ്വന്തം വെനീസ് ടു എൻ്റർടൈൻമെൻറ്റ്.